ഈ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലം തൃശ്ശൂരിനെ സംബന്ധിച്ച് വീണ്ടും ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനൽ തന്നെയാണ്. ഒരുപാട് വാർഡുകൾ, ഒരുപാട് പഞ്ചായത്തുകൾ വളരെയധികം ശക്തമായി ബി ജെ പി മത്സരരംഗത്തുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി ജെ പി അവകാശപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരോടുള്ള ഒരു ഭയം മാറിയെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ക്രിസ്ത്യൻ രൂപതകൾ, അതുപോലെ ക്രിസ്ത്യൻ വൈദികർ, ക്രിസ്ത്യൻ ബിഷപ്പുമാർ ബി ജെ പിയുമായിട്ട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുന്നു. അവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടികളും പ്രസംഗങ്ങളും ഉൾപ്പെടുത്തുന്നു. അവരുടെ മറുപടികളും പ്രസംഗങ്ങളും ഉൾപ്പെടുത്തുന്നു. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 ദിവസത്തിനകം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ബി ജെ പി എത്രത്തോളം വിജയം നേടുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ നേരിട്ട് കണ്ടതാണ്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പുള്ള ബി ജെ പി അല്ല ഇന്ന് ഭൂരിപക്ഷം മലയാളികളുടെ മനസ്സിലേക്കും ബി ജെ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ കയറി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഓൺലി തിങ് ഈസ് ആ ഒരു വിശ്വാസ്യതയെ ബി ജെ പി എങ്ങനെ എടുക്കുന്നുള്ളതാണ്. അത് എങ്ങനെ അവർ സ്വീകരിക്കാൻ പോകുന്നു, അത് ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ബോൾ. ആ ബി ജെ പി വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ആ വിശ്വാസ്യതയെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ സഭയായാലും ശരി, ഈ ഇസ്ലാം മതത്തിലെ ആൾക്കാരും ശരി, അവരൊക്കെ ബി ജെ പിയുടെ കാര്യങ്ങളിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അവർ പണ്ട് വിശ്വസിച്ചിരുന്ന മാതിരിയുള്ള ഒരു തീവ്രമായ ഒരു ചിന്ത ബി ജെ പിക്കോ ആർ എസ് എസിനോ ഇല്ല. ആർ എസ് എസ് ഒരു ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ഒരു സാധാരണ ആൻഡ് മോസ്റ്റ് പവർഫുൾ. മനസ്സിലായില്ലേ? അവർ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളത്. ആർ എസ് എസ് എന്ന ശക്തമായ ആ ഓർഗനൈസേഷൻ്റെ പവർ കൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് അവർ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ആർ എസ് എസ് എങ്കിൽ ഇന്ന് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? എന്നേ പോയാൽ ഇവിടുന്ന്. ഇന്നും ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിൻ്റെ സമുന്നതനായ ചീഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എ ഹിന്ദു ഹൂ വാണ്ട്സ് ടു സെൻഡ് ഔട്ട് ഓൾ ദി മുസ്ലിംസ് ഫ്രം ഇന്ത്യ ഇസ് നോട്ട് എ ഹിന്ദു. എ ഹിന്ദു ഹൂ വാണ്ട്സ് ടു സെൻഡ് ഓൾ other religions from India is not a Hindu. ആരാ പറയുന്നത്? ആർ എസ് എസിൻ്റെ സമുന്നതമായ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ഇന്ത്യ മോഹൻ ഭഗവത് ജി പറഞ്ഞതാണിത്. അവർ പറയുന്നത് വെച്ചാൽ അത് ദെയർ നാഷണലിസ്റ്റ്. ഭാരതമെന്ന ആ അമ്മ, അതാണ് അവരുടെ ഏറ്റവും വലിയ സംഗതി. ഭാരത മാതാവ് നമുക്കൊക്കെ നമ്മുടെ അമ്മ പോലെയല്ല അത്. ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ സ്ഥാനം അമ്മയ്ക്കാണല്ലോ. ആ അമ്മ എന്ന സ്ഥാനമാണ് നമ്മൾ രാഷ്ട്രത്തിന് കൊടുക്കുന്നത്. അതുതന്നെയാണ് ആർ എസ് എസ് ആവശ്യപ്പെടുന്നതും. അതങ്ങനെ പാടില്ല എന്ന് പറയുന്ന വിഡ്ഢികളായ കുറേ ആൾക്കാർ നമുക്കുണ്ട്. മനസ്സിലായല്ലോ? ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ പാടില്ല. ഭാരത് മാതാവിനെ എന്താ ഈ സ്ത്രീ, ഏതാണ് സ്ത്രീ എന്നൊക്കെ ചോദിക്കുന്ന ചില വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കുണ്ടല്ലോ. വലിയ കഷ്ടമാണത്. അപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. തെറ്റിദ്ധാരണകൾ, അറിവില്ലായ്മ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ. മനസ്സിലായില്ലേ? ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഭയം കൂടാതെ ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു നേഷൻ ഭാരതമാണ്. അത് ഏത് നേഷനിൽ പോയാലും നമുക്കറിയാം. അവിടെ ഒന്നും ഉണ്ടാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആരെ വേണേൽ തെറി പറയാം. മോഡിജിനെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, അദ്ദേഹം ഒന്നും ചെയ്യില്ല. അതിനുള്ള അങ്ങനെ. അതേപോലെ തന്നെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, എത്ര ഭീഷണികളാണ് ഇപ്പോൾ നമുക്കുള്ളത്. എസ് ഡി പി ഐയും പി എഫ് ഐയും ഒക്കെ കൂടിയിട്ട് ഭീഷണിപ്പെടുത്തി നടക്കല്ലേ ഇത്? അത് വേറെ ഏതെങ്കിലും നേഷനിൽ പറ്റുമോ? നടക്കില്ല. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു മഹത്തായ ഒരു രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിൽ പറയാം. അത് ദി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന സംഗതികളാണ്.
ഈ മറ്റ് ജില്ലകളെ സംബന്ധിച്ച് തൃശ്ശൂരിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തും പാലക്കാടും BJP കൃത്യമായിട്ടുള്ള വേരുകളുണ്ടായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്നായിരുന്നു വളർച്ച. ആ വളർച്ചയിൽ സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം അതിനെത്രത്തോളം പങ്കുണ്ടെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും പങ്കുണ്ടല്ലോ. കാര്യം സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചാരിസ്മ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികൾ, അദ്ദേഹത്തിൻ്റെ പിന്നെ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, സഹായിച്ച മനസ്സ്, അത് വളരെ അത് സ്പഷ്ടമാണല്ലോ. ആ കാര്യം വളരെ ഉറപ്പാണല്ലോ. അത് അല്ല സുരേഷ് ഇന്നിപ്പോൾ കേരളത്തിൽ BJPയുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അത് സുരേഷ് ഗോപി എന്ന ആ രാഷ്ട്രീയക്കാരൻ തന്നെയല്ലേ. അത് നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്കളുടെ വലിയ തിരക്കുകൾക്കിടയിൽ വളരെ കുറച്ച് സമയമാണെങ്കിലും ഹൃദയം തുറന്ന ഒരു സംഭാഷണമായിരുന്നു. ഒരുപാട് നന്ദി, സന്തോഷം. അത് ഞാനിത് വർഷത്തിൽ ഓപ്പൺ അപ്പ് ചെയ്തു ഞാൻ എൻ്റെ. കാരണം വെച്ചാൽ ഞാനെപ്പോഴും അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് അല്ല. കൃത്യമായൊരു നിലപാടുണ്ട്. എൻ്റെതായ ഒരു നിലപാട് എവിടെ വേണമെങ്കിലും ഏത് വേദിയിലും ഞാനത് ചെയ്യും. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. എനിക്ക് ബോധ്യപ്പെട്ടതുണ്ടെങ്കിൽ, എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമാണെങ്കിൽ ആ സത്യം എവിടെ വേണമെങ്കിലും പറയും. അതുതന്നെയാണ് ദിലീപിൻ്റെ കാര്യത്തിലുണ്ടായത്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നടന്നിട്ടില്ല, അത് നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ സന്തോഷം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് കുറേ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. സന്തോഷം. താങ്ക് യു. എന്തായാലും ജയ് ഹിന്ദ്.